ഡോക്ടർ മർവാൻ അൽ സുൽത്താൻ, ഗസയുടെ ഹൃദയ സൂക്ഷിപ്പുകാരൻ. ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഫലസ്തീനികൾക്ക് വേണ്ടി നിലകൊണ്ട ഡോക്ടർ, ഫലസ്തീനികളുടെ ഹൃദയ സൂക്ഷിപ്പുകാരൻ. മിസൈൽ ആക്രമണത്തിലൂടെ ഇസ്രയേൽ കൊന്നുകളഞ്ഞ ഫലസ്തീനിലെ ഇന്തോനേഷ്യൻ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റും ഡയറക്ടറുമായ ഡോക്ടർ മർവാൻ അൽ സുൽത്താനെ ഫലസ്തീനികൾക്ക് എളുപ്പത്തിൽ മറക്കാനാകില്ല. മോർച്ചറിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചപ്പോൾ ആശുപത്രിയിലെ സഹപ്രവർത്തകർ അദ്ദേഹത്തിന്റെ മുഖമാകെ പൊതിഞ്ഞ രക്തം തുടച്ചുമാറ്റി. അദ്ദേഹത്തെ തലോടി. വിവരമറിഞ്ഞ് അവിടെ എത്തിയ ഏതൊക്കെയോ മനുഷ്യർ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി. അവരുടെ വിലാപങ്ങൾ ആ മുറിയാകെ പ്രതിധ്വനിച്ചു. ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല, അവരുടെ ഏറെ പ്രിയപ്പെട്ട ആരൊക്കെയോ കൂടിയായിരുന്നു. വടക്കൻ ഗസയിലെ ഏറ്റവും വലിയ മെഡിക്കൽ സൗകര്യങ്ങളിലൊന്നായ ഇന്തോനേഷ്യൻ ആശുപത്രിയുടെ ഡയറക്ടറായിരുന്നു സുൽത്താൻ. 2023 ഒക്ടോബറിൽ ഗസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ അദ്ദേഹം രോഗികളെയും പരിക്കേറ്റവരെയും ചികിത്സിച്ചു പോന്നു. അദ്ദേഹം ഒരു അപൂർവ ഡോക്ടറായിരുന്നു. ആഴത്തിലുള്ള വൈദഗ്ധ്യവും അതിലും ആഴത്തിലുള്ള മനുഷ്യത്വവുമുള്ള ഒരു മനുഷ്യൻ. നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു ഡോക്ടറെ മാത്രമല്ല, നിരവധി പേർക്ക് ജീവനാഡിയായിരുന്ന ഒരാളെ കൂടിയാണ്. ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ ബർഷ് ഓർക്കുന്നു. തെക്കു പടിഞ്ഞാറൻ ടെൽ അലഹവയിലുള്ള അദ്ദേഹത്തിന്റെ വീടിനു മുകളിലേക്ക് കൃത്യമായി അദ്ദേഹം തങ്ങിയ മുറിയിലേക്ക് ഇസ്രയേലിന്റെ മിസൈൽ പതിച്ചു. ആ മുറിയിലുണ്ടായിരുന്ന ഡോക്ടർ മർവാനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിന്റെ മുറിയൊഴികെ ആ വീട്ടിലെ മറ്റൊരു മുറികൾക്കും ഒരു കേടുപാടുകളും സംഭവിച്ചിരുന്നില്ല. പെട്ടെന്നായിരുന്നു സ്ഫോടന ശബ്ദം കേട്ടതെന്നും ഉടനെ തന്നെ അപ്പാർട്ട്മെന്റിലേക്ക് താൻ ഓടിച്ചെന്നെന്നും ഡോക്ടർ മർവാന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും മരുമകന്റെയും എല്ലാം ചിതറിത്തെറിച്ച മൃതദേഹ ഭാഗങ്ങളാണ് തനിക്ക് കാണാനായതെന്ന് ഡോക്ടർ മർവാൻ സുൽത്താന്റെ ബന്ധുവായ അഹമ്മദ് അൽ സുൽത്താൻ പറയുന്നു. ആതുര സേവന രംഗത്ത് തുടർന്നതിന്റെ പേരിൽ, ഫലസ്തീനികളെ സഹായിച്ചുവെന്നതിന്റെ പേരിൽ ജീവിതം ബലി കഴിക്കേണ്ടി വന്നയാളാണ് തന്റെ പിതാവെന്ന് 17-കാരനായ മകൻ അഹമ്മദ് പറയുന്നു. വടക്കൻ ഗസയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നതിനെ തുടർന്നാണ് ഡോക്ടർ മർവാനും കുടുംബവും ടെൽ അൽ ഹവയിൽ എത്തുന്നത്. ആ പ്രദേശത്ത് അവശേഷിക്കുന്ന 2 ഹൃദയ വിദഗ്ധരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വൈദ്യശാസ്ത്രത്തിൽ ദീർഘകാലത്തെ പരിചയമുള്ള വ്യക്തിയായിരുന്നു ഡോക്ടർ മർവാൻ. ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഫലസ്തീനിലെ ജനങ്ങൾക്ക് അദ്ദേഹം താങ്ങായി. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിലും ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിലും അദ്ദേഹം അവർക്ക് വേണ്ടി നിലകൊണ്ടു. കാരുണ്യത്തിന്റെ പ്രതീകമെന്നാണ് ഡോക്ടർ സുൽത്താനെ ഫലസ്തീനികൾ ഓർക്കുന്നത്. ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങൾ കാരണം ഗസയിലെ ഇന്തോനേഷ്യൻ ഹോസ്പിറ്റൽ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. ആശുപത്രിക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചപ്പോൾ പ്രദേശത്തെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള നടപടി മാത്രമാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നായിരുന്നു ഇസ്രയേലിന്റെ വിശദീകരണം. എന്നാൽ ഡോക്ടറുടെ മരണത്തിന് പിന്നാലെ ഗസയിലെ ആരോഗ്യരംഗം നിലനിർത്താൻ ശ്രമിക്കുന്നവരെ തിരഞ്ഞുപിടിച്ച് ഇസ്രയേൽ ആക്രമിക്കുകയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ ഹമാസ് ഭീകരനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണമായിരുന്നു ഇതെന്നും ചില സാധാരണക്കാരും അതിൽ ഉൾപ്പെട്ടത് പരിശോധിക്കുമെന്നുമായിരുന്നു ഇസ്രയേലിന്റെ മറുപടി. ഭീകരപ്രവർത്തനങ്ങൾക്കായി സാധാരണ ജനങ്ങളെ ഉപയോഗിക്കുകയാണെന്നും സിവിലിയൻ ജനതയെ മനുഷ്യകവചമായി ഉപയോഗിച്ച് ഹമാസ് അന്താരാഷ്ട്ര നിയമം ലംഘിക്കുകയാണെന്നും ഇസ്രയേൽ ആവർത്തിച്ചു. ഗസയിലെ ഒരു സാധാരണക്കാരെയും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന ഇസ്രയേലിന്റെ വാദത്തെ എതിർത്ത് ഡോക്ടർ മർവാന്റെ മകൾ ലുബ്ന അൽ സുൽത്താൻ തന്നെ രംഗത്തെത്തി. ഒരു F-16 മിസൈൽ എങ്ങനെ തന്റെ പിതാവിന്റെ മുറിയിൽ അദ്ദേഹം ഇരുന്നിടത്ത് ഇത്ര കൃത്യമായി വന്നു പതിച്ചെന്ന് അവൾ ചോദിച്ചു. ആ ചോദ്യത്തിന് ഇസ്രയേലിന് എന്തു മറുപടിയുണ്ട് പറയാൻ? മിസൈൽ പതിച്ച അദ്ദേഹത്തിന്റെ മുറിയൊഴികെ വീട്ടിലെ മറ്റൊരു മുറികൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. എന്റെ പിതാവ് രക്തസാക്ഷിയായതാണ്. ഒരു പ്രസ്ഥാനവുമായും അദ്ദേഹത്തിന് ബന്ധമില്ല. താൻ ചികിത്സിച്ചു കൊണ്ടിരുന്ന രോഗികളെക്കുറിച്ച് മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഭയം. ലുബ്നയുടെ വാക്കുകൾ. തന്റെ പിതാവിന്റെ മരണം കുടുംബത്തിന് മാത്രമല്ല, മുഴുവൻ ഗസയ്ക്കും ഒരു നഷ്ടമാണെന്ന് അദ്ദേഹത്തിന്റെ മകൻ അഹമ്മദ് പറയുന്നു. എന്റെ പിതാവിനെ എല്ലാവരും സ്നേഹിച്ചിരുന്നു. അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഇന്തോനേഷ്യൻ ആശുപത്രിക്ക് നേരെയും കമാൽ അദ്വാൻ ആശുപത്രിക്ക് നേരെയും ഇസ്രയേലിന്റെ വലിയ ആക്രമണങ്ങൾ നടന്നിരുന്നു. പക്ഷേ തന്റെ രോഗികളെ ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹം തയ്യാറായില്ല. യുദ്ധത്തിന്റെ ആദ്യത്തെ കുറച്ചു മാസങ്ങളിൽ അദ്ദേഹം എപ്പോഴും ആശുപത്രിയിൽ തന്നെയായിരുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അദ്ദേഹത്തെ ഞങ്ങൾക്ക് കാണാനായത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് വടക്കൻ ഗസയിൽ ഇപ്പോൾ പ്രവർത്തനക്ഷമമായ ആശുപത്രികളൊന്നുമില്ല.
ഗസ ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിവരങ്ങൾ പ്രകാരം 2023 ഒക്ടോബർ 7 മുതൽ ഗസയിൽ കൊല്ലപ്പെട്ടത് 1722 വരുന്ന ആരോഗ്യ പ്രവർത്തകരാണ്. ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റു മെഡിക്കൽ സ്റ്റാഫുകൾ, ആംബുലൻസ് ഡ്രൈവർമാർ, ടെക്നീഷ്യന്മാർ തുടങ്ങിയ നിരവധി പേർക്കാണ് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. യുദ്ധം തുടങ്ങിയ ശേഷം ശരാശരി ഒരു ദിവസം 2-ലധികം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെടുന്നു എന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. അന്താരാഷ്ട്ര നിയമപ്രകാരം സംരക്ഷിക്കപ്പെടേണ്ട ആരോഗ്യ സംവിധാനത്തിന് നേരെയുള്ള ഇസ്രയേലിന്റെ ഗുരുതരമായ ആക്രമണമായാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്.